ഹലോ ഫ്രണ്ട്സ്, സ്വന്തം റെയിൽവേ ക്രോസുള്ള ഒരു വീടാട്ടോ. ഈ വീട്ടിലാണ് ഇപ്പോൾ വന്നത്. ട്രിപ്പ് വന്നാണ്, കസ്റ്റമറെ ഇറക്കി വിട്ടു. ഇവിടെ ഞാൻ തിരിക്കാൻ പടന്ന് പാട് വിട്ടുകൊണ്ടിരിക്കുക. നല്ലൊരു ചെറിയൊരു മിറ്റവും 2 വണ്ടിയും കിടപ്പുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ തിരിക്കണത് നേരെ ഇറങ്ങുന്ന റെയിൽവേ ക്രോസിലോട്ടും. എന്തായാലും കൊള്ളാം. ചെകുത്താൻ്റെയും കടലിലും നടുക്കെന്ന് പറഞ്ഞ പോലെ അവസ്ഥയാണ് വണ്ടി തിരിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ ഗ്യാപ്പിലിട്ട് പതുക്കെ പതുക്കെ തിരിച്ച ശേഷം ഞാൻ നിങ്ങൾക്ക് റെയിൽവേ ക്രോസ് കാണിച്ചു തരാം. ഈ വീട്ടിലോട്ട് വേണ്ടി മാത്രമുള്ള കേട്ടോ. വന്നപ്പോൾ ഞാൻ കണ്ടാണ് അവിടെയാണ് മറ്റേ നമുക്ക് ലൈറ്റൊന്നുമില്ല, സിഗ്നൽസൊന്നുമില്ല. സൈൻ ബോർഡ് ഇരിപ്പുണ്ട്, സ്റ്റോപ്പ് സൈൻ ഉണ്ട്. നമ്മൾ അത് സൂക്ഷിച്ച് മാത്രം നേരെ ഇവിടെ നിന്ന് ഇറങ്ങുക. സ്റ്റോപ്പ് സൈൻ കണ്ടോ, ഇതാണ് സ്റ്റോപ്പ് സൈൻ. നമ്മൾ സ്റ്റോപ്പ് സൈൻ വണ്ടി നിർത്തുക, ലെഫ്റ്റും റൈറ്റും നോക്കുക, സ്വന്തം റിസ്കിൽ എടുക്കുക. എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് തന്നെ നഷ്ടം, നമ്മൾ തന്നെ ഉത്തരവാദിത്വം. അതാണ് ഇവിടുത്തെ രീതി. സൈൻ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, നോക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെയാണ്. ഇത് കുറച്ച് അകത്ത ഏരിയ കേട്ടോ. പക്ഷേ ഇവിടെ കുറച്ച് വീടുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ ന്യൂസിലാൻഡിൽ തന്നെ വെളിയിലോട്ടൊക്കെ വീട് മേടിച്ച് തുടങ്ങി, അതായത് സിറ്റിക്ക് പുറത്ത്. കാരണം വെച്ചാൽ സിറ്റിയിലൊക്കെ നല്ല വിലയാണ്. നമുക്കൊക്കെ വീട് മേടിക്കാൻ നല്ല എമൗണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതേപോലെ സ്ഥലത്തൊക്കെ വില കുറച്ച് വീട് കിട്ടും, കുറച്ച് ഡ്രൈവ് ചെയ്യണമെന്നുള്ളൂ. പിന്നെ ഈ ഭാവിയിലൊക്കെ ഡെവലപ്പായി വരും എന്നുള്ള വിശ്വാസത്തിൽ വിലയും കൂടും. അപ്പോൾ ആ ഒരു ഇതിലാണ് എല്ലാവരും മേടിച്ച് തുടങ്ങിയേക്കുന്നത്. എന്തായാലും കൊള്ളാം, നല്ല സ്ഥലമാണ്, നല്ല വെയിലൊക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. ചെറിയ റോഡാണ് കേട്ടോ, അതുകൊണ്ട് ചെറിയ റോഡാണ്. സൂക്ഷിച്ചൊക്കെ വണ്ടി എടുക്കണം. അപ്പുറം സൈഡിൽ ചെറിയ തിട്ടയും കൊക്കയൊക്കെ പോലെ ഉണ്ട്. ഇതൊക്കെ പുതിയ വീടുകളാണ് കേട്ടോ. ഇവിടെയൊക്കെ വീട് മേടിക്കുമ്പോൾ വെച്ചാൽ നമുക്ക് ടൗണിൽ മേടിക്കുന്നതിനേക്കാളും വളരെ വില കുറച്ച് മേടിക്കാൻ പറ്റും. അതൊരു ഗുണമാണ്.